ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ലിപ് ബാം ഇപ്പോൾ ഭയങ്കര നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. വീടിങ്ങനെ ഒരുമാതിരി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലിരിക്കുന്ന അവസ്ഥയാണ്. 24/7 ഭയങ്കര തണുപ്പാണ് ഗൈസ്. നിങ്ങളുടെ അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? എനിവേ രാവിലെ എണീറ്റ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ സദ്യക്കുള്ള പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അച്ഛനായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊന്ന് കോഫി കുടിക്കാനായിട്ടൊന്ന് മാറി നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ പാത്രം കഴുകുന്നുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെയും ഒരു സ്പെഷ്യാലിറ്റി ഇതൊക്കെ തന്നെയാണ്. നമ്മൾക്കങ്ങനെ ഇന്ന ആൾ ഇന്ന പണി ചെയ്യണമെന്നൊന്നുമില്ല, എല്ലാവരും എല്ലാം ചെയ്യും. പിന്നെ ഈ സദ്യയും ഈ കാര്യങ്ങളൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അനിയൻ ശബരിമലയ്ക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു സദ്യ ഒരുക്കലും പരിപാടികളൊക്കെയാണ്. പയ്യെ പരിപാടികളെല്ലാം ചെയ്തു വരികയാണ്. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ സൈഡിൽ കൂടെ ഞാൻ അവിയലൊന്ന് റെഡിയാക്കി. പിന്നെ ഇതിപ്പോൾ ക്യാബേജിനുള്ളതാണ്. ക്യാബേജും അത്യാവശ്യം റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തത് രസം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നമ്മൾ രസം ഒരിക്കലും ഇവിടെ കേരള സ്റ്റൈലല്ല നമ്മൾ ചെയ്യുന്നത്, തമിഴ്നാട് സ്റ്റൈലാണ് രസം ഉണ്ടാക്കുന്നത്. നമ്മൾ രസം ഇങ്ങനെ തിളപ്പിക്കത്തില്ല, ജസ്റ്റ് പതച്ച് പൊങ്ങുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാണിച്ചു തരാം എന്തായാലും. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ അരിയും അടുപ്പത്തോട്ട് വെച്ചു. 2 ചോറുണ്ടാക്കിയിട്ടുണ്ട്, കുത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ നോർമൽ വൈറ്റ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് ഞാൻ പറഞ്ഞത്, രസം ഇങ്ങനെ പതച്ച് പൊങ്ങുമ്പോഴത്തേക്ക് നമ്മളതങ്ങ് ഓഫ് ചെയ്യും. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് വീട് ക്ലീൻ ചെയ്യലാണ് ഗൈസ്. അടുക്കളയൊക്കെ ഭയങ്കര മെസ്സായിട്ട് കിടക്കും, അറിയാലോ. ഒരു സദ്യ എല്ലാം അല്ലെങ്കിൽ സദ്യ എന്നല്ല, നല്ല പരിപാടിയൊക്കെ വീട്ടിലൊക്കെ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയുടെ പരുവം ഇതൊക്കെ തന്നെ. സോ പാത്രം കഴുകുക, പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഞങ്ങളൊരു 3:30ക്കാണ് ലഞ്ച് കഴിക്കാനിരുന്നത്. ബിക്കോസ് നമ്മൾ ഉച്ചയ്ക്ക് ഒരൊറ്റ നേരം നമ്മൾ വ്രതമായിട്ടിരിക്കും ഈ അമ്പലത്തിൽ പോകുന്ന സമയത്ത്. വീട്ടിലെല്ലാവരും തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാം, മസ്റ്റായിട്ടും പോകുന്ന ആൾ എടുക്കാറുണ്ട് കേട്ടോ. അതായത് ശബരിമലയിലേക്ക് പോകുന്ന ആൾ മസ്റ്റായിട്ടും എടുക്കാറുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ രീതികൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പാത്രമൊക്കെ കഴുകിയാണ് ഞാൻ. പാത്രം കഴുകി വീട് അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇത്. അടുപ്പത്ത് ഇങ്ങനെ ഒരു സാധനം വെന്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അടുപ്പ് ഇങ്ങനെ ഓണായിരിക്കുമ്പോഴോ നമ്മളതിങ്ങ് തുടയ്ക്കുക. അതായത് ഈ മറ്റേ തൊടില്ലയോ, ചൂടാവോ ആവില്ലയോ, പൊള്ളില്ലയോ എന്നുള്ളൊരു ഫീല്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞു, കുക്കിംഗ് എല്ലാം കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് കഴിക്കാനിരിക്കാം. അപ്പോൾ വീട്ടിലധികം അങ്ങനെ ആരെയും വിളിച്ചില്ലായിരുന്നു, ഞങ്ങൾ 5 പേരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അത്രയും ക്വാണ്ടിറ്റിയിൽ എന്തിനാണ് ഇത്രയും ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തു വിടാനാണ്, കുറേ വീട്ടിലേക്ക് കൊടുത്തു വിടാനുണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് അമ്പലത്തിലോട്ടെത്തി. കെട്ട് നിറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്മയും അച്ഛനും അധികം നേരം അവിടെ നിന്നില്ലായിരുന്നു. വീട്ടിലോട്ട് വരണമായിരുന്നു. വീട്ടിൽ ജിമ്മി ഉണ്ടായിരുന്നു, നമ്മൾ വീട്ടിലെ ലൈറ്റ് ഇടാനായിട്ട് മറന്നുപോയായിരുന്നേ. അപ്പോൾ ഞാൻ അമ്മയും കൂടെ അവിടെ വന്നു. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറച്ച് നേരം ജിമ്മിയുടെ കൂടെ കളിച്ചു. എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ടൈമോ അല്ലെങ്കിൽ വോട്ട് എവർ ഇറ്റ്, എൻ്റെ ഒരു ഡേ ഞാൻ കുറച്ച് നേരമെങ്കിലും അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. എനിക്കെന്തോ ഭയങ്കര സ്ട്രെസ് റിലീഫാണ് അവൻ്റെ കൂടെ. എനിക്കെന്നല്ല, എല്ലാവർക്കും പെറ്റ്സൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ പെറ്റിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ ഇവനും ഞാനും ഒരു പ്രത്യേക കോംബോയാണ്, കണ്ടില്ലേ. അവൻ ഷേക്ക് ഹാൻഡ് തരുന്നതും അതും ഇതുമൊക്കെ, എന്നിട്ട് കടിക്കാനായിട്ട് കൈ കടിക്കുക, അതാണ് അവൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അവനുമായിട്ട് കുറേ നേരം കളിച്ചു. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഞാനൊന്ന് കുളിച്ചു വന്നു.
അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്നോട് പറയുന്നത്, മേളിൽ ടെറസിൽ നമ്മളുടെ വഴുതനങ്ങ നമ്മൾ കൊണ്ടാട്ടം ആക്കാനായിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ അതെടുത്ത് വെക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ആ മഞ്ഞത്തൊക്കെ ഇരുന്നത് ഒരുമാതിരി ഒട്ടിയ അവസ്ഥയായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഞാൻ ഹെയറൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കെട്ടി വെച്ചിട്ടും കിടക്കാനുള്ള തിരക്കിലാണ്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എനിവേ, ടാറ്റാ ബൈ ബൈ, സീ യു.